നമ്മൾ കടലക്കറിയാണ് വെക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെയുള്ള പേസ്റ്റ്, ചെറിയ ഉള്ളി. അപ്പോൾ തുടങ്ങാം. അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളിയും കടുക് ഇട്ട് പൊട്ടിക്കുകയാണ്. നമുക്ക് കറിവേപ്പില ഇടാം. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി പേസ്റ്റും പച്ചമുളകും കൂടെ ഞാൻ ഒരുമിച്ചിടുകയാണ്. ഇത് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. അതിന് ശാല ഉപ്പിന് ചേർത്ത് ഇളക്കാം. നമ്മൾ നേരത്തെ തന്നെ ഈ കടല തലേ ദിവസം കുതിർക്കാനിടണം. അത് കുതിർന്ന് വന്നതിന് ശേഷം രാവിലെ എണീറ്റിട്ട് അതിൽ സവാള, കടല, അതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളിയുള്ള പേസ്റ്റ്, ഉപ്പ്, ശകലം മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ടതിന് ശേഷം നമ്മളിതിൽ നന്നായിട്ട് വേവിക്കണം. വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്നതാണിത് കേട്ടോ. സവാള നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൽ മുളക് പൊടി, കുറച്ച് മുളക് പൊടി ഇടാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് മല്ലിപ്പൊടി ഇടാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് മസാലപ്പൊടി കേട്ടോ. മസാലപ്പൊടി ആവശ്യത്തിന് ഇട്ടാൽ മതി. നമ്മൾ കടലയിൽ മസാലപ്പൊടി ഇടുന്നുണ്ട്, അതുകൊണ്ട് ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ. ഇനി നമുക്ക് അവിച്ച് വെച്ചിരിക്കുന്ന കടലയിലോട്ട് ഒഴിക്കാം. ഇപ്പോൾ ഈ കടല വയ്ക്കുമ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല ഒരു കുറുക്ക്, ഒരു കറി കിട്ടാൻ വേണ്ടിയിട്ട്, അപ്പം ആ കറി കുറച്ചുകൂടെ തിക്കാകാൻ വേണ്ടിയിട്ട് നമ്മൾ ആ വേവിക്കുന്നതിന് തന്നെ കുറച്ച് കടല എടുത്ത് മിക്സിയിലിട്ട് അരച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇതിലോട്ട് ചേർക്കാം. അപ്പോൾ നല്ല കടലക്കറി നല്ല കുഴുകുഴാ കിട്ടും കേട്ടോ. അതിൽ ചില ആൾക്കാർ ഈ കറി ഒന്ന് ഉറുകി കിട്ടാൻ വേണ്ടിയിട്ട്, നല്ല കുറുകുറായിരിക്കാൻ വേണ്ടിയിട്ട് അവർ അരിപ്പൊടി ചേർക്കും കേട്ടോ. അപ്പോൾ ഈ അരിപ്പൊടി ചേർക്കുന്നതിനേക്കാളും നല്ലത് എനിക്ക് തോന്നുന്നത് നമ്മൾ വേവിച്ച് പാകം ചെയ്ത് വെക്കുന്ന കടലിൽ നിന്ന് കുറച്ചെടുത്ത് മിക്സിയിലിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇതിലോട്ട് ചേർത്ത് കഴിഞ്ഞാൽ അന്ന് കറി നല്ല കുറുകുറായിരിക്കും കേട്ടോ. പിന്നെ പറയാൻ വിട്ടുപോയതാണ്, ഇതിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കടലക്കറി നന്നായിട്ട് കുറുകിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രഭാത ഭക്ഷണം പുട്ടും കടലക്കറിയും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ.